2-3 അടിയുടെ കുറവുണ്ട് ഇവന്. എന്നാണ് ചടപടാന്ന് കിട്ടുവന്. മാളുവിൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ കയ്യിൽ നിന്ന് അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഒരു അടി കിട്ടലുണ്ട് ഇവന്. അവിടെന്നും ഇവിടെന്നും അട്ട ചുരുള് പോലെ ചുരുളി അടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഒന്ന് കിട്ടിയ പോലെ ഇരിക്കും. ചെറുപ്പത്തിൽ കിട്ടിയത് ഓർമ്മയുണ്ട്. ഇവൻ ഐസ്ക്രീമിനും അതെ. ഇവൻ ഐസ്ക്രീം വരുമ്പോ അറിയാതല്ലേ ആ ഐസ്ക്രീമിന്റെ മുകളിൽ എന്താ പാള് കിട്ടുക? മറ്റേ ഐസ്ക്രീം ഇല്ലേ, എന്താ അതിന്റെ പേര്? ആ ഡെക്കറേഷൻ ചെയ്യില്ലേ, അതൊന്നും ഇഷ്ടമില്ല. ഇപ്പം എന്നോട് പറയണേ അതൊന്നും ഇടണ്ട പറയുന്നത്. പൈസ കൊടുത്ത് വാങ്ങണില്ല, അതൊന്നും ഇടണ്ടാന്ന്. അങ്ങനെ ഒരു പൊട്ട സ്വഭാവമുള്ള ചെക്കനാണ് ഈ ചെക്കൻ. ആളൊരു പാവാണ്. എന്ത് പറഞ്ഞാലും നിനക്ക് വേണ്ടിട്ടല്ലേടാ അപ്പ അവളത് ഉണ്ടാക്കി തരുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞു അമ്മ ഞാന് ചെയ്യുന്നത്. അപ്പൊ നീയും അവളും കൂടിയാണ് എനിക്കറിയാം നിങ്ങൾ രണ്ടാളും കൂടി, നിങ്ങൾ ആങ്ങളെയും പെങ്ങളും കൂടിയാണ് നിങ്ങൾ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കണത്. മനസ്സിലായി? എന്നിട്ട് അത് ഏകദേശം വീടിൻ്റെ അടുത്ത് എത്താറാകുമ്പോൾ പൈസ വേണമല്ലോ. അപ്പം പറയും അമ്മ ഇത് ചെയ്തിട്ടുണ്ട്, ഇന്ന് വരും, എന്ത് ചെയ്യാൻ പറ്റും? ഈ ചെക്കൻ ഇഷ്ടമല്ലല്ലോ. അത് അവനില്ലേ, അത് എനിക്ക് മാത്രം. അമ്മയ്ക്ക് അച്ഛനല്ലേ ഇതാണ് എൻ്റെ സാമ്രാജ്യം. എൻ്റെ ഫോൺ ഉപയോഗിക്കുന്ന സ്ഥലമാണ്. എൻ്റെ അടുക്കള, എൻ്റെ ഫോൺ ഉപയോഗിക്കുന്ന സ്ഥലം. ഫോൺ നാളെ മേലെ അവിടെ കൊണ്ടുപോകും. ഫോൺ ചാർജ് അത് ഞാൻ ഇവിടെ തന്നെ ഫോൺ ഉപയോഗിക്കും. ഞാൻ അടുക്കളയിൽ പണിയുമ്പോഴാണ് എപ്പോഴും ഫോൺ ഞാൻ പറഞ്ഞപ്പോ പോയി പഴം തട്ടുക. ഒരു പഴം അമ്മ വലിക്കും. നോക്ക്, പോയി നോക്ക്. പഴക്കെത്ത് എനിക്ക് കിട്ടില്ലെന്നുള്ള ജലം. എത്ര വേണം? ഉയരല്ലെങ്കിലും വിവരം ഉണ്ടാകണം. മനസ്സിലായില്ല? എടുക്കടാ മറക്കി ഷോർട്ട്സാ ഷോർട്ട്സ് എടുക്കടാ. അവനിട്ട് കൊടുക്കടി, അവന് അവലിഷ്ടല്ലേ? അതാ എന്ത് ചെക്കനത് എനിക്കറിയില്ലടാ. എനിക്കിത് അറിയില്ല ഇത് ഉണ്ടാക്കാൻ. ഞാൻ ഉണ്ടാക്കാൻ ശ്രമിച്ചു, എനിക്കിഷ്ടമല്ല. എന്താ ഇടുന്നതില്? ഒരു ഗ്ലാസ്സിൽ നമ്മള് കുറവാണ്. അല്ല കുറവല്ല ഇത് ഇട്ടുണ്ട്. ഇതിലില്ല. ഇത് അവന് മനസ്സിലായോ? കണ്ടിപ്പരിപ്പ് വറുത്തത് അച്ചൂന് ഇഷ്ടല്ലേ. അച്ചൂന് ഈ പഴം അവിലും പഞ്ചസാരയും പാലും അതാണ് അച്ചൂന് ഇഷ്ടം. കണ്ട ഇവൻ്റെ ഒരു 10 പൈസക്കില്ല അത് ചിരി. അച്ഛനെങ്ങനെ പറയും, സൈക്കിളിൽ നിന്ന് വീണ ചിരി. സൈക്കിളിൽ നിന്ന് ഇതിൽ ബൂസ്റ്റാണ് ഇടുക. പക്ഷെ ജനൌഷധിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഹോർലിക്സിന്റെ തന്നെ ടേസ്റ്റ് ആണ്. അതിനെന്താ ഇനി നമുക്ക് പാത്രം കൊണ്ട് മുഖം മാറി. അല്ല പഞ്ചസാര ഒഴിക്കുന്നത്, പാല് ഒഴിക്കാം. പാല് ഒഴിച്ചിട്ട് അത്രയല്ലേ ഉള്ളൂ. പാല് ഒഴിച്ചിട്ടൊന്ന് ഇളക്കണം.
ഈ കുട്ടികൾക്കുണ്ടല്ലോ ഒരു ദിവസം എന്തെങ്കിലും തിന്നുകൊണ്ടിരിക്കും. ഇത് ഫോട്ടോ എടുക്കണ്ട. അച്ചു നീ അത് കുത്തി നശിപ്പിക്കണ്ടാന്ന്. എന്താ ഈ ചെക്കൻ? അതങ്ങനെ വെച്ചാൽ ഉരുണ്ട് ഉരുണ്ട് കാലില് വീഴും. അങ്ങനെ അല്ലാതെ അത് വെക്കേ. നമുക്ക് പാലൊഴിക്കാം. പഴം, പഞ്ചസാരയും അവിലും മിക്സിലേക്ക് തണുപ്പിച്ച പാലൊഴിക്കുക. ഐസായിണ്ട് നിങ്ങള് അടിയിൽ ഐസായിണ്ട്. അതിന് സ്പൂൺ കൊണ്ട് കോരി ഇട്ടാൽ മതി. വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടേ. അത് ഞാൻ ഫ്രീസർ കൂട്ടി വെച്ചു. നല്ല ഫ്രിഡ്ജാന്ന് ഞാൻ എപ്പോഴാ മനസ്സിലാക്കി. എന്താ മോള് പുതിയ ഫ്രിഡ്ജല്ലേ? എനിക്ക് വർഷമായി. ഒരു വർഷമായോ? മാർച്ചാകുമ്പോ ആവും. മാർച്ചാകുമ്പോ കട്ടയായില്ലമ്മ. വീട്ടിൽ വെച്ചാൽ ഒരു ട്യൂന്നൊക്കെ ഇത് പിടിക്കാൻ അമ്മ എടുത്തരാത്. യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങിയാണ്. ഓ കത്തിയോട് ഞാൻ നടുവത്താണ്. നടുവിലുണ്ണി നായുണ്ണി നായിക്കാട്ടം തിന്നുണ്ണി. നടുവിലുണ്ണി നായുണ്ണി നായിക്കാട്ടം തിന്നുണ്ണി. അത് ഞങ്ങള് സ്കൂളിൽ പഠിച്ച പാട്ടാണ്. സ്കൂളിൽ കിട്ടിയ പാട്ടുകളാണ്. രണ്ടുപേരും പരസ്പരം അവന് മാത്രം ഇതിലിട്ട് ഇത്തിരി കുറവാണ്. അവനല്ല ഐസ് കേട്ട ഇഷ്ടം. അത് പാലാണ്, ഐസ് മാത്രല്ലതേ. പിടി പിടി ഐസാണത്. നമ്മുടെ മഞ്ഞ് പോലെ അത് ഇളകി 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 കണ്ടേ. ഇതിനെ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ പൊട്ടിക്കുക, ഇതിലിട്ട് ഇങ്ങനെ പൊട്ടിക്കുക, ഇതിലിട്ട് ഇങ്ങനെ പൊട്ടിക്കുക, ഇതിലിട്ട്. അത്ര ഓവറല്ലേ ഒരു ഡൗട്ട്. വെറുതെ പിച്ചാണ്ടല്ലോ മോനെ. ഇത് രണ്ടും കൂടി ഉണ്ടല്ലോ, പിടി രണ്ടും കൂടി അടി കൂടാൻ തുടങ്ങി. അതൊക്കെ കാണണ്ടല്ലേ. കണ്ടാവും അച്ഛന് പാല് കുറവായില്ലേ ഇപ്പൊ. ഷുഗറാണ് മൂപ്പർക്ക്. ഇങ്ങോട്ട് കാട്ട്. ഞാൻ പറയട്ടെ ഇവരുടെ ചിന്താഗതി എന്താ വെച്ചാൽ 2 ഗ്ലാസ് അവിടുന്ന് അതിൽ അച്ഛനില്ല. ഇവിടെ അച്ഛന് പാല് കുറവായില്ലേന്നാണ് ഞാൻ ചോദിച്ചത്. കേൾക്കൂ, ഞാൻ പറയുന്നത് ആരും കേൾക്കൂ. ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ വന്നിട്ട് ഇപ്പൊ ഉണ്ടാക്കിയിട്ടാണ് അച്ഛനുള്ള ഗ്ലാസ്. എന്താണ് അമ്മ പറയുന്നത്? 2 ഗ്ലാസ്സിലുള്ള പാലാണ് ഫ്രീസറിൽ വെച്ചിട്ടുള്ളൂ. അല്ല അല്ല അല്ല, ഞാൻ കൂടുതൽ വെച്ചിട്ടുണ്ടായിരുന്നു. തികഞ്ഞില്ലെങ്കിലും മറ്റേ കൂടുതൽ വെച്ചിട്ടുണ്ടായിരുന്നു. അച്ഛന് കുറച്ച് മതി. അതാണ് അങ്ങനെയാ. എന്നാലും നിങ്ങൾ ഉണ്ടാക്കണ്ടേ. എനിക്ക് വേണ്ട. 4 പേരുണ്ട്, 2 മക്കളും അച്ഛനും അമ്മയും. അവരത് ഉണ്ടാക്കുമ്പോ വേണമെങ്കിലും അച്ഛനും അമ്മയ്ക്കും കൊടുക്കണ്ടേ. അമ്മ കഴിക്കില്ല, അത് വേണ്ട. അച്ഛൻ എന്തും കഴിക്കും, അച്ഛന് കൊടുക്കണം. അവനിടാവില്ലേ അത് പിന്നെ ഓക്കെ. ഐസ്ക്രീം വാങ്ങിണ്ടാ? ഇതിപ്പോ പോയിട്ട് ഇതൊരു അച്ഛന് ഇഷ്ടപ്പെട്ടതാ? സ്പൂൺ ഉണ്ടായിരുന്നില്ലേ? ഇതേതാ? ഇതിങ്ങനെ വെറുതെ കായണ്ടാക്കി കുറച്ച് വേണം. നാളേക്ക് ഇത്തിരി വേണം. ഇതൊക്കെ ആ സ്പൂണുണ്ട്, ഒരു ഫ്രീസറിന്റെ ഉള്ളിലുണ്ട്. ഇത് രണ്ടും കൂടി ഐസ്ക്രീം മേടിച്ചു കൊടുത്ത് ഫ്രീസറിലേക്ക് മധുരം കുറവാകുന്നതിനോട് ഡോക്ടർ. അങ്ങനെയാണ് നിങ്ങൾ ആവശ്യമുള്ള പഞ്ചസാര വെച്ചോട്ടെ. ഇവിടെ ഒരാളങ്ങട് കഴിക്കണമെങ്കിൽ എന്ത് മീനു കഴിക്കും ടേസ്റ്റ് ഉണ്ടാ? ഞാൻ പറഞ്ഞില്ലേ മധുരം കുറവായിരിക്കുന്നു. നമുക്കെന്താ അച്ഛനോട് കൊടുക്കാം. വിളിക്കച്ഛനെ വിളിക്ക്.
പാവ മക്കള് അച്ഛന് വേണ്ടി കൊടുത്തപ്പോ അച്ഛൻ ഇവിടെ കാണാനില്ല. പിടിക്ക്. അതാണ് വിളിക്കച്ഛനെ. പിന്നെ അച്ഛനും ഇല്ല അമ്മയില്ല. അച്ഛൻ ഇവിടെ കിടക്കുകയാണ്. അതെ എന്നങ്ങോട്ട് കൊണ്ട് ദാ ചാ. ഇങ്ങനെ കുത്തിയിട്ട് ഉടച്ചിട്ട് കഴിക്കണം. അടിയിൽ നിന്ന് നന്നായിട്ട് ഇളക്കണം, എന്നാലും മധുരം ഉണ്ടാവും. സ്പൂണോട് ഇളക്കല്, കുത്തി ഇളക്കല് സ്പൂൺ ഇട്ടിട്ട്. അച്ഛനെ ഈ വകയൊന്നും കഴിക്കാൻ അത്ര വലിയ ടേസ്റ്റാ. മാള് ഓഫ് ചെയ്ത മുളക് പൊടിപ്പിക്കണം. എങ്ങനെയുണ്ട് ബിരിയാണി? ഞാൻ ഐസ്ക്രീം ഇട്ടിട്ട് വീട്ടിലുണ്ടാക്കാതെ ആദ്യമായിട്ട്. പക്ഷെ ഞാൻ പറഞ്ഞു വാനില ഐസ്ക്രീം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ടേസ്റ്റ് ഒക്കെ ഉണ്ട്. ഇത് മാംഗോ ഫ്ലേവറാണ് ഐസ്ക്രീം. എന്തോ അവനെ കണ്ണ് കാണില്ലടി. അവൻ്റെ മുടി നാളെ മുറിച്ച് കളയണം. അവൻ മേപ്പിട്ട് നോക്കുന്നുണ്ട്. ആ അവൻ്റെ ഒരു മുടി അങ്ങനെ താരണം. എനിക്ക് വേണം ടേസ്റ്റ് ചെയ്യാൻ. എനിക്ക് വേണ്ട, എനിക്കിഷ്ടമല്ല മോളസ്. നീ കഴിച്ചു. എന്നാ പറയ്. ഇതൊക്കെ നമ്മൾ ഇനി ചായ ഉണ്ടാ? ഇനി എന്തൊരു ചായ? എനിക്ക് വേണ്ട, ചോദിച്ചത്. നിനക്ക് ചായ വേണ? പാലുണ്ടനി? പിന്നെ വാങ്ങിക്കൊണ്ടൊന്നുമില്ല. അത് നാളൊക്കെ അല്ലേ അച്ചു? ഇതിൽ കുറച്ച് പാലെടുത്തത്. ബൈ.